നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 1 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന 10 പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ മലയാള മനോരമ പത്രം, മനോരമ പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു: വെല്ലൂരിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ഗ്രൂപ്പ് എ ബി അപേക്ഷ 21 വരെ. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ വിവിധ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കാനുള്ള സൈറ്റ് admissions.cmcvellur.ac.in. ഒന്നാം വർഷ MBBS ട്യൂഷൻ ഫീസ് 3000 രൂപയും മൊത്തം ഫീസ് 56,330 രൂപയുമാണ്. സർക്കാർ നിബന്ധനകൾ അറിയാൻ www.tnmgrmu.ac.in എന്ന സൈറ്റ് സന്ദർശിക്കുക. ഈ മാസം 21 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെട്ട രേഖകൾ അയക്കേണ്ടതുണ്ടെങ്കിൽ അവ 25-നകം വെല്ലൂരിലെത്തണം. നീറ്റ് ഒഴികെ എൻട്രൻസ് പരീക്ഷകളുടെയും മറ്റും തീയതി പ്രോസ്പെക്ടസിൽ വിശദമായിട്ടുണ്ട്. ഇനി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഗ്രൂപ്പ് എ കോഴ്സുകൾ ഏതെല്ലാമാണ് എന്ന് വിശദീകരിച്ചിരിക്കുകയാണ് മനോരമ പത്രം. MBBS അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. നീറ്റ് UG 2024 യോഗ്യത നേടണം. നീറ്റ് മാർക്ക്, അഖിലേന്ത്യാ റാങ്ക് മുതലായവ CMC സൈറ്റിൽ യഥാസമയം സമർപ്പിക്കണം. വെല്ലൂരിൽ MBBSന് ആകെ 100 സീറ്റ്. ഇതിൽ 50 സീറ്റ് മാനേജ്മെൻറ്റ് കോട്ട. മാനേജ്മെൻറ്റ് കോട്ടയിൽ 2 സീറ്റ് ഓപ്പൺ കോട്ടയും 38 സീറ്റ് മൈനോറിറ്റിയും CMC സ്റ്റാഫിന് 10 സീറ്റുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബാക്കി 50 സർക്കാർ സീറ്റായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ക്രിസ്ത്യൻ 20ഉം സർക്കാർ കോട്ടയിൽ 30 സീറ്റും. എല്ലാ സീറ്റിലെയും സെലക്ഷൻ നീറ്റ് റാങ്ക് അടിസ്ഥാനത്തിൽ. MBBS ഒഴികെ മറ്റ് ഗ്രൂപ്പിൽ വരുന്ന ഗ്രൂപ്പിൽ വരുന്ന മറ്റ് പ്രോഗ്രാമുകൾ BSc നഴ്സിംഗ്, BOT, BPT, മെഡിക്കൽ ലാബ് ടെക്, ഒപ്റ്റോമെട്രി, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് സയൻസ്, ക്രിട്ടിക്കൽ കെയർ തുടങ്ങി ഏതാണ്ട് 21 പ്രോഗ്രാമുകളാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പുതുതായിട്ട് നടത്തുന്ന പ്രോഗ്രാമുകൾ. ഇതിൽ MBBS അടക്കം ഗ്രൂപ്പിലെ 7 കോഴ്സുകൾക്ക് വരെ അപേക്ഷിക്കാം. ഇനി ഗ്രൂപ്പ് ബി കോഴ്സുകൾ വിവിധ ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്, PG ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്, MSc ബയോ എത്തിക്സ് തുടങ്ങിയ ഏതാണ്ട് 8ഓളം പ്രോഗ്രാമുകൾ, വ്യത്യസ്ത മേഖലകളിലുള്ള പ്രോഗ്രാമുകളുണ്ട്. ഇതിൽ MBBS ഒഴികെയുള്ള AB ഗ്രൂപ്പ് കോഴ്സുകളിലെ സെലക്ഷൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എൻട്രൻസ് പരീക്ഷ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് കേന്ദ്രങ്ങളിലും നടത്തുന്നുണ്ട്. കോഴ്സ് ദൈർഘ്യം, പ്രവേശന യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവ ഉൾപ്പെടുന്ന വിശദ വിവരങ്ങൾ വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി കേരള കൗമുദി പത്രം പരിശോധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഐസർ അഭിരുചി പരീക്ഷ അപേക്ഷ ഏപ്രിൽ 1 മുതൽ എന്ന ഹെഡിങ്ങാണ് കാണുന്നത്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലായതിനാൽ മുഖ്യധാരാ പത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്തെ 7 ഐസറുകളിൽ നടത്തുന്ന പ്രോഗ്രാമുകളും അവയുടെ അഡ്മിഷൻ ഡീറ്റെയിൽസുമെല്ലാം വളരെ ചുരുങ്ങിയ റിപ്പോർട്ടിലൂടെ കേരള കൗമുദി ഇന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. ഇനി ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി വിവരിച്ചിരിക്കുകയാണ്. +2 കഴിഞ്ഞാൽ ശാസ്ത്ര പഠനത്തിന് ഐസർ. ഇവിടെ വീണ്ടും ഒരു സബ് ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്: പ്രവേശനം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി മാത്രം. അതായത് മുൻ വർഷങ്ങളിലൊക്കെ KVPY, JEE അഡ്വാൻസ് തുടങ്ങിയ പരീക്ഷകളുടെ റിസൾട്ട് അനുസരിച്ച് പ്രവേശനം ലഭിച്ചിരുന്ന ഇന്ത്യയിലെ 7 ഐസർ ഈ സ്ഥാപനങ്ങളിൽ നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്ന രീതികളെല്ലാം ഇന്ന് വളരെ വിശദീകരിച്ച് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഗവേഷണങ്ങൾക്ക് ഊന്നൽ നൽകി വിവിധ ശാസ്ത്ര വിഷയങ്ങളിലെ ബാച്ചിലർ
ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലർ, മാസ്റ്റേഴ്സ് പഠനങ്ങൾക്ക് അവസരമൊരുക്കുന്ന ദേശീയതല സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് 2024-25 പ്രവേശനത്തിൻ്റെ വിശദാംശങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ മാതൃഭൂമി വിവിധ പ്രോഗ്രാമുകൾ, ഇന്ത്യയിലെ വിവിധ ഐസറുകളിൽ നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളെപ്പറ്റി വിശദീകരിച്ചിരിക്കുന്നു. കൂടാതെ തിരുവനന്തപുരത്ത് ഐസറിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ, അതിൻ്റെ പ്രവേശന രീതികൾ, അപേക്ഷിക്കേണ്ട വിശദാംശങ്ങൾ, വിവിധ പ്രോഗ്രാമുകൾക്ക് വിവിധ കോളേജുകളിലുള്ള സീറ്റുകളുടെ ലഭ്യത, വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പിനെ പറ്റിയുള്ള വിശദീകരണം, പ്രവേശന യോഗ്യത ആർക്കെല്ലാം തുടങ്ങിയ ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട മുഴുവൻ വിശദാംശങ്ങളും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ മാതൃഭൂമി പത്രം സൂക്ഷിച്ചു വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇത് റെഫറൻസിന് പറ്റുന്ന രീതിയിലാണ് ഇന്നിത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ബാംഗ്ലൂരിലെ IISc, മദ്രാസ് IIT തുടങ്ങിയ സ്ഥാപനങ്ങളിൽ മദ്രാസ് IITയിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, അതിന് അഡ്മിഷനും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് ലഭിക്കുന്നത്. ബാംഗ്ലൂർ IIScയിലും അഡ്മിഷൻ ലഭിക്കാൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രയോജനപ്പെടുത്തുന്നു. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.